ഹരി ഓം. തന്ത്രശാസ്ത്രത്തിൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും പ്രതിവിധികളും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ അവയിലൊന്നുപോലും 1% പോലും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത. അതിൽ സ്വയം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്, മറ്റ് ആചാര്യന്മാരെ കൊണ്ട് ചെയ്യിക്കേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. ഇതിൽ ഏത് തന്നെയാണെങ്കിലും ഈ പൂജകളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ ദുരിതങ്ങൾക്ക് ശമനമുണ്ടാവുകയും അവൻ്റെ എല്ലാവിധത്തിലുള്ളതായ ദുഃഖങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. ഇവിടെ എല്ലാവിധത്തിലുള്ളതായ പൂജാതി കർമ്മങ്ങളും വളരെ കൃത്യമായ രീതിയിൽ തന്നെ ശാസ്ത്ര വിധിപ്രകാരം തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത്. മാത്രവുമല്ല, എല്ലാ പൂജാതി കർമ്മങ്ങളിലും വളരെ ശുദ്ധമായിട്ടുള്ള അതീവ മേന്മയുള്ളതായ പൂജാദ്രവ്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തപ്പെടുന്നത്. തന്ത്രശാസ്ത്രത്തിൽ ദ്രവ്യശുദ്ധി വളരെ പ്രധാനമാണ്. ഈ ദ്രവ്യശുദ്ധി കുറയും തോറും കർമ്മങ്ങൾക്ക് ഫലസിദ്ധിയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ദ്രവ്യങ്ങളും കഴിയുന്നത്ര പരിശുദ്ധമായത്, മേന്മയുള്ളത്, ഗുണമേന്മയുള്ളത് മാത്രമായിരിക്കും ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. മാത്രവുമല്ല, ഈ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ പൂജയുടെ ആദ്യന്തം അതിൽ പങ്കാളിത്തവും ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് ഈ പൂജയിൽ സ്വയം ആചാര്യനോടൊപ്പം തന്നെ, പുരോഹിതനോടൊപ്പം തന്നെ ഈ പൂജയിൽ നേരിട്ട് അർച്ചനാദികളും അതുപോലെ തന്നെ ദ്രവ്യങ്ങൾ ഹോമിക്കുന്നതിനും എല്ലാം സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. ഈ പൂജകളിൽ അതാത് മൂർത്തികളുടെ ബിംബങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പൂജകൾ നടത്തപ്പെടുന്നത്. ഈ ബിംബങ്ങളിൽ ഈ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് കൂടി നേരിട്ട് ദ്രവ്യങ്ങൾ അഭിഷേകം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കൂടുതൽ സമർപ്പണബോധം ഉണ്ടാവുകയും അതിലൂടെ വളരെ വേഗത്തിൽ തന്നെ ആ വ്യക്തിക്ക് ഫലസിദ്ധി ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. തന്ത്രശാസ്ത്രം കൂടുതൽ ജനങ്ങളിലേക്ക് ഫലപ്രദമായ രീതിയിൽ എത്തണമെങ്കിൽ സ്വയം മനസ്സ് സമർപ്പിച്ചുകൊണ്ടുള്ളതായ ക്രിയകൾ അഥവാ പൂജാതി കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഇവിടെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അവർക്ക് സങ്കല്പമെടുത്ത് അക്ഷതം കൊടുത്ത്, ആ അക്ഷതം എടുത്ത് സങ്കല്പമെടുത്ത് ആ അക്ഷതം അവിടെ സമർപ്പിച്ച് പിന്നീട് പൂജയുടെ ഓരോ ഘട്ടങ്ങളിലും അവർ പങ്കെടുത്തുകൊണ്ട് ആ പൂജയുടെ അഥവാ ഹോമത്തിലാണെങ്കിൽ ആ ഹോമത്തിൽ അവർക്ക് നേരിട്ട് ഹോമത്തിന്റെ ദ്രവ്യങ്ങൾ ഹോമിക്കുന്ന സമയത്ത് നേരിട്ട് തന്നെ അവർക്ക് ആചാരനോടൊപ്പം തന്നെ മന്ത്രങ്ങൾ ചൊല്ലി ദ്രവ്യങ്ങൾ ഹോമിക്കുന്നതിനും അർച്ചനകൾ നടത്തുന്നതിനും ഒക്കെ സാധ്യമാകുന്നതാണ്. അതിലൂടെ കൂടുതൽ സമർപ്പണബോധം വ്യക്തിക്ക് ഉണ്ടായിത്തീരുകയും അങ്ങനെ ആ പൂജയുടെ ഫലസിദ്ധി വളരെ വേഗത്തിൽ ആ വ്യക്തിക്ക് കൈവരികയും ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ പൂജകളും, സാത്വികമായിട്ടുള്ള എല്ലാ പൂജകളും കേരളീയ തന്ത്രശാസ്ത്ര വിധിപ്രകാരം നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഈ പൂജകൾക്ക്, എല്ലാ പൂജകൾക്കും തന്നെ പരമാവധി ലഘുവായിട്ട്, അതായത് ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് ആണ് നമ്മളിവിടെ നിർവഹിക്കപ്പെടുന്നത്, ഇവിടെ നടത്തപ്പെടുന്നത്. എല്ലാവർക്കും അവരവരുടെ സാമ്പത്തികമായിട്ടുള്ള നിലയിൽ നിന്നുകൊണ്ട് തന്നെ, ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ പൂജകളും നടത്തുന്നതിനുള്ളതായ സൗകര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള സാത്വിക പൂജകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ഹരി ഓം.